ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ ഫെഡറൽ സംവിധാനത്തിന്റെ പരസ്പര സഹകരണത്തിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മഴ കനത്തതോടെ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവം. നിരവധി ട്രെയിനുകൾ വൈകിയോടുന്നു. വൈദ്യുതി തടസ്സങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന നടപടി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. രാജ്യത്തെ പരമോന്നത ബഹുമതികളായ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിതരണം ചെയ്തു. രാഷ്ട്രപതി ഭവനിൽ ചടങ്ങ് പുരോഗമിക്കുകയാണ്. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ എന്നീ വിഭാഗങ്ങളിലെ 68 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി സമ്മാനിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ ഫെഡറൽ സംവിധാനത്തിന്റെ പരസ്പര സഹകരണത്തിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി 50 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന ആലുവ ഹൈടെക് മാർക്കറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ആലുവ മൂന്നാർ റോഡ് വികസനം, ഹൈടെക് മാർക്കറ്റ് സമുച്ചയം തുടങ്ങിയവ യാഥാർത്ഥ്യമാകുന്നതോടെ ആലുവയുടെ വാണിജ്യരംഗത്ത് ഒരു പുത്തൻ അധ്യായം കൂടി തുറക്കുകയാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും കൂടി യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ നമ്മുടെ ഫെഡറൽ സംവിധാനത്തിൻ്റെ പരസ്പര സഹകരണത്തിൻ്റെ ദൃഷ്ടാന്തമായി മാറുകയാണ്. ആലുവയുടെയും പരിസര പ്രദേശങ്ങളുടെയും വാണിജ്യ വ്യാപാര മുന്നേറ്റത്തിൽ മികവുറ്റ സംഭാവനകൾ നൽകുന്ന ഒന്നായി ഈ സമുച്ചയം മാറുക തന്നെ ചെയ്യും. ആലുവ പുഴയുടെ സാമീപ്യം ഇത്തരമൊരു സമുച്ചയം ഇവിടെ വരുമ്പോൾ ഇതിനെ ഒരു ഷോപ്പിംഗ് ഡെസ്റ്റിനേഷനാക്കി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ കൂടി ഏറ്റെടുക്കാനാകും. 4 നിലകളിലായി നിർമ്മിക്കുന്ന മാർക്കറ്റിൽ 88 കടകളുണ്ടാകും. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, പി രാജീവ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൂറിസം, ഫിഷറീസ് രംഗങ്ങളിലെ വളർച്ച കൊണ്ട് മാത്രം കേരളത്തിന്റെ വികസനം സാധ്യമാകുന്ന സാഹചര്യമാണുള്ളതെന്ന് ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞു. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രതയാണ്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ഓറഞ്ച് ജാഗ്രതയും നൽകിയിട്ടുണ്ട്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടതിനാൽ ഈ മാസം 31 വരെ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കോട്ടയം ജില്ലയിലെ മീനച്ചിൽ, കോഴിക്കോട് ജില്ലയിലെ കോരപ്പുഴ, പത്തനംതിട്ട ജില്ലയിലെ അച്ചൻകോവിൽ, മണിമല എന്നീ നദികളിൽ പ്രളയ സാധ്യതയ്ക്കുള്ള മുന്നറിയിപ്പും നൽകി. മോശം കാലാവസ്ഥ കണക്കിലെടുത്ത് ഈ മാസം 30 വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനം പാടില്ലെന്നും മുന്നറിയിപ്പുണ്ട്. ശക്തമായ മഴയിൽ കേരളത്തിൽ വ്യാപക നാശനഷ്ടം. പലയിടങ്ങളിലും റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം. ട്രെയിൻ ഗതാഗതവും ഭാഗികമായി തടസ്സപ്പെട്ടു. അടിയന്തര സാഹചര്യങ്ങളിൽ പൊതുജനങ്ങൾക്ക് റവന്യൂ മന്ത്രിയുടെ ഓഫീസിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം നമ്പറായ 0471 2518 655 ബന്ധപ്പെടാവുന്നതാണ്. പത്തനംതിട്ട കക്കാട് ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായ മൂഴിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. കക്കാട്ടാറിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം. ഒരു സാഹചര്യത്തിലും നദിയിലിറങ്ങരുതെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി. കണ്ണൂർ ജില്ലയിൽ ഒരാഴ്ചയായി തുടരുന്ന കനത്ത മഴയിലും കാറ്റിലും കാർഷിക മേഖലയിൽ വ്യാപക നാശനഷ്ടം. KSEBക്കും വലിയ നഷ്ടമുണ്ടായി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിൽ ഇതുവരെ 4.5 കോടിയോളം രൂപയുടെ കൃഷിനാശമാണ് ഉണ്ടായത്. 102ഓളം ഹെക്ടർ ഭൂമിയിൽ കൃഷിനാശം സംഭവിച്ചതായി കൃഷിവകുപ്പ് അറിയിച്ചു. 4619 കർഷകരെയാണ് മഴക്കെടുതി ബാധിച്ചത്. കനത്ത കാറ്റിലും മഴയിലും മരങ്ങൾ വീണും മണ്ണിടിഞ്ഞും നിരവധി പോസ്റ്റുകളും ലൈൻ കമ്പികളും നശിച്ചു. ശക്തമായ കാറ്റും മഴയും മൂലം വിവിധ മേഖലകളിൽ നിരവധി വീടുകൾക്ക് കേടുപറ്റി. പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു വീണ് നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. അപകടകരമായ രീതിയിൽ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് പയ്യന്നൂർ പെരുമ്പാപ്പുഴയിലെ കൈതപ്രം സ്റ്റേഷനിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. പുഴയുടെ കരയിൽ താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു. ശക്തമായ കാറ്റിലും മഴയിലുമുണ്ടായ വൈദ്യുതി തടസ്സങ്ങളും നാശനഷ്ടങ്ങളും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം വിലയിരുത്തി. കണക്കുകൾ പ്രകാരം വൈദ്യുതി വിതരണ മേഖലയിൽ ഏകദേശം 56 കോടി 77 ലക്ഷം രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത്. വൈദ്യുതി തടസ്സങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ KSEBയിലെ വിതരണ വിഭാഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. അപകടങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ KSEB സെക്ഷൻ ഓഫീസിലോ പ്രത്യേക എമർജൻസി നമ്പറായ 9496010101 അറിയിക്കേണ്ടതാണ്.
വൈദ്യുതി തടസ്സം സംബന്ധിച്ച പരാതികൾ ടോൾ ഫ്രീ നമ്പറായ 1912 9496001912 അറിയിക്കാവുന്നതാണ്. കനത്ത മഴയിൽ മലപ്പുറം ജില്ലയിലെ വിവിധ താലൂക്കുകളിലായി 71 വീടുകൾ ഭാഗികമായും, കൊണ്ടോട്ടി താലൂക്കിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. തിരൂരങ്ങാടി താലൂക്കിൽ പൊട്ടിവീണ ഇലക്ട്രിക് കമ്പിയിൽ നിന്ന് ഷോക്കേറ്റ് വിദ്യാർത്ഥി മരിച്ചു. ജില്ലയിൽ വ്യാപകമായ കൃഷിനാശവും സംഭവിച്ചിട്ടുണ്ട്. വയനാട് ജില്ലയിൽ നാളെ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു. മഴക്കെടുതിയെ തുടർന്ന് ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുറന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്. വയനാട്ടിൽ ശക്തമായ മഴ തുടരുകയാണ്. നിലവിൽ ജില്ലയിൽ 15 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ആരംഭിച്ചിരിക്കുന്നത്. 592 പേരെ മാറ്റിപ്പാർപ്പിച്ചു. നാളെയും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുഴകളിൽ ജലനിരപ്പ് ഗണ്യമായി തന്നെ ഉയർന്നിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ മിക്കതും വെള്ളപ്പൊക്ക ഭീഷണിയിലുമാണ്. ഹെക്ടർ കണക്കിന് സ്ഥലത്തെ കൃഷിനാശമാണ് ജില്ലയിൽ ഉണ്ടായിരിക്കുന്നത്. ഗ്രാമീണ മേഖല ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ബന്ധം ഇപ്പോഴും തടസ്സപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ പ്രദേശങ്ങളും ശക്തമായ മഴയാണ് ഉണ്ടായത്. കനത്ത മഴയെ തുടർന്ന് നിരവധി ട്രെയിനുകൾ വൈകിയാണ് ഓടുന്നത്. ആലപ്പുഴ വഴി പോകുന്ന തിരുവനന്തപുരം മംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസ്, MGR ചെന്നൈ സെൻട്രൽ ആലപ്പുഴ എക്സ്പ്രസ് തുടങ്ങിയവയുടെ സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. യാത്രക്കാർ ട്രെയിനുകളുടെ പുതുക്കിയ സമയം പരിശോധിക്കണമെന്ന് റെയിൽവേ അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം, എറണാകുളം തുടങ്ങിയ വിവിധ ജില്ലകളിലെ തീരങ്ങളിലാണ് കണ്ടെയ്നറുകൾ അടിഞ്ഞത്. കൊല്ലത്ത് 34 കണ്ടെയ്നറുകളാണ് എത്തിയത്. ഇവ സുരക്ഷിതമായി കൊല്ലം പോർട്ടിലേക്ക് മാറ്റാനുള്ള നടപടി തുടരുകയാണ്. തിരുവനന്തപുരം ജില്ലയിൽ അടിയന്തര പ്രവർത്തനങ്ങൾക്കായി ജില്ലാ മെഡിക്കൽ ഓഫീസിൽ കൺട്രോൾ റൂം തുറന്നു. മഴ ശക്തമാകുന്നതും കണ്ടെയ്നറുകൾ കരയ്ക്കടിയുന്നതും കണക്കിലെടുത്താണ് നടപടി. ബന്ധപ്പെടേണ്ട നമ്പർ 9072055900 9447220462. തൃശൂർ ജില്ലയിൽ കാറ്റിലും മഴയിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ജലനിരപ്പ് ഉയർന്നാൽ കൃത്യമായ നിർദ്ദേശങ്ങളില്ലാതെ ഡാമുകൾ തുറന്നുവിടുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് കളക്ടർ നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലയിലെ തീരദേശ മേഖലയിലും ശക്തമായ കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ ഊർജിതമാക്കി രാഷ്ട്രീയ കക്ഷികൾ. ആര്യാടൻ ഷൌക്കത്താണ് UDF സ്ഥാനാർത്ഥി. ഉപതെരഞ്ഞെടുപ്പിൽ മഹാഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വൈകുന്നേരം ചേർന്ന UDF നേതൃയോഗത്തിന് ശേഷം പറഞ്ഞു. അടുത്ത മാസം 19-നാണ് ഉപതെരഞ്ഞെടുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ ഈ മാസം ഇതുവരെ 146 കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതായി ആരോഗ്യവകുപ്പ്. മഴക്കാല രോഗത്തിനൊപ്പം കോവിഡ് കേസുകളും കൂടുന്നതിനാൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. നിലവിൽ 122 ആക്റ്റീവ് കോവിഡ് കേസുകളാണ് ജില്ലയിലുള്ളത്. കോവിഡിന് സ്വയം പ്രതിരോധം പ്രധാനമായതിനാൽ തന്നെ രോഗലക്ഷണമുള്ളവർ നിർബന്ധമായും മാസ്ക് ധരിക്കണം. പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും പൊതുസ്ഥലങ്ങളിലും യാത്രകളിലും മാസ്ക് ധരിക്കണം. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രിയിലെത്തുന്നവരും നിർബന്ധമായും മാസ്ക് ഉപയോഗിക്കണം. അനാവശ്യ ആശുപത്രി സന്ദർശനം ഒഴിവാക്കണമെന്നും കൈകൾ ഇടയ്ക്കിടെ സോപ്പ് ഉപയോഗിച്ച് കഴുകണമെന്നും ആരോഗ്യ വിഭാഗം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ലക്നൌ സൂപ്പർ ജയന്റ്സ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. രാത്രി 7:30 ലക്നൌവിലാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ യോജിച്ച് നടപ്പാക്കുന്ന പദ്ധതികൾ ഫെഡറൽ സംവിധാനത്തിന്റെ പരസ്പര സഹകരണത്തിന് തെളിവാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നദികളിൽ ജലനിരപ്പ് ഉയരുന്നതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം. മഴ കനത്തതോടെ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ സജീവം. നിരവധി ട്രെയിനുകൾ വൈകി ഓടുന്നു. വൈദ്യുതി തടസ്സങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ KSEBക്ക് നിർദ്ദേശം നൽകിയതായി മന്ത്രി K കൃഷ്ണൻകുട്ടി. കൊച്ചി തീരത്ത് ചരക്ക് കപ്പൽ മുങ്ങിയതിനെ തുടർന്ന് കടലിൽ വീണ കണ്ടെയ്നറുകൾ നീക്കം ചെയ്യുന്ന നടപടി വിവിധ ജില്ലകളിൽ പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.